വിശ്വസിക്കുന്നവരെ നല്ല വഴി നിന്ന് വേർപെട്ടുപോയ പ്രിയപ്പെട്ട തോമസ് ചേട്ടൻ്റെ 1ാം ചരമവാർഷികം ആചരിക്കുന്ന ദിവസം ദൈവം തോമസ് ചേട്ടനോട് നിന്ന് എല്ലാ ദാനങ്ങളും നമുക്ക് നന്ദി പറയാം. 79 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് സഭയോടും കുടുംബത്തോടും സമൂഹത്തോടും ഏറെ പ്രതിബദ്ധത കാണിച്ച് തമ്പുരാനെ വിളി സ്വീകരിച്ച് നാം ദൈവത്തിൻ്റെ മുഖം ദർശിച്ച് സ്വർഗസൗഭാഗ്യത്തിന് അർഹനായി അവിടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തോമസ് ചേട്ടൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ തോമസ് ചേട്ടൻ്റെ മാധ്യസ്ഥത്തിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം. വേർപാടിൽ ലഭിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും തമ്പുരാന്റെ തിരുസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കാം. നല്ല ഓർമ്മകൾ നമുക്ക് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ ഓർമ്മകളിലൂടെ തോമസ് ചേട്ടൻ ഇന്ന് നമ്മുടെ ഭവനത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സഭയിലും ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി ദൈവത്തിൻ്റെ തിരുമുമ്പാകെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് വിശുദ്ധ ബലി നമ്മുടെയും അതുപോലെ തന്നെ ഒരു മനുഷ്യനായി ജീവിച്ച് ഈ ലോകത്തിലെ ജീവിതത്തിലൂടെ കടന്നുപോയ തോമസ് ചേട്ടൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് തമ്പുരാന്റെ മുമ്പാകെ അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. 15-ാം അധ്യായം 51 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ച വിശുദ്ധനെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. യേശു വീണ്ടും നെടുവേർപ്പെട്ടുകൊണ്ട് ശവകുടീരത്തിൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേലൊരു കല്ല് വച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുകയും മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും. ഇത് 4-ാം ദിവസമാണ്. യേശു അവരോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ എന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുകളെ പറഞ്ഞു, പിതാവേ, അങ്ങ് എന്റെ പ്രാർത്ഥന ശ്രമിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രമിക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടെയാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ മരിച്ചത് പുറത്തു വന്നു. അവന്റെ കൈകാലുകൾ നാളുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടു, മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവന്റെ കെട്ടുകൾ അഴിക്കുകയും അവൻ പോകട്ടെ. സഹോദരനെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുന്നു. അവിടുത്തെ പീഡാസഹനത്തിന്റെ സ്മരണകൾ ആചരിക്കുന്നു. ഈശോ നിർമ്മലമായ ചിന്തകളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലെ ആരാധ്യനായ പിതാവേ, അങ്ങയുടെ മക്കളെ കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട്
ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടി എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു പോകുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സ്വർഗത്തിലിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടപ്പാടുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപത്തിൽ നിന്ന് രക്ഷിക്കണമേ. നമ്മെ ജീവിപ്പിക്കുന്ന അവിടുത്തെ കാലത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകും. എന്റെ ശുദ്ധീകരണമേ, യേശുവിൻ ശരീരമേ, എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിൻ തിരുനാമേ, എന്നെ ഹരിയാണമേ. യേശുവിൻ ദർശനമേ, എന്നെ നിത്യം കരുണമേ. യേശുവിൻ നാമമേ, എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ, എന്നെ രക്ഷിച്ചരുളണമേ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ തന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരാ. കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗേ ആകാശവും ഭൂമിയും നിന്റേതാവുന്നു. ആകാശവും നീ ഭൂതലവും താവുകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും.
പാടും മൃതരാധനരുടെ പാപങ്ങൾ മാറ്റണമേ നിൻ കൃപയാലെ മാമോദീസ വഴിയങ്ങേ സുതരാമരായി നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരേ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴയുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായി മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തിരുവഴിയെല്ലാം കാണുന്നു. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ പാപങ്ങൾ വായിച്ചുകളയും ചെയ്യുമാറാകട്ടെ. നിന്റെ മകനീയമായ ദൃഢത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കും. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം ലോകപരാഗം യാക്കോബ് മഹിതാശേഖൻ പരിപാവനമാം ബലികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. ഒരു വത്സലരാം ശ്രീകരുമനുപോൽ വിനയാനിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാ ബലിപോൽ നാഥ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. അഗാധത്തിൽ നിന്ന് തന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധ കർത്താവേ നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. നിന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങൾക്ക് പിന്നിൽ രക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ, ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ നിന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. ശബ്ദത്താൽ അസ്തനെ നിർമ്മിച്ച കർത്താവെ, ശബ്ദമഹനീയമായ ദിവസത്തിന്റെ ദാസനെ വിളിക്കുന്നതിനുള്ള വാദൃതയും ചെയ്യട്ടെ. പാപങ്ങളോട് നിത്യമാനുമായ വിധി കർത്താവെ, ജീവന്റെ മരണത്തിന്റെ നാഥന് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണം.
ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സ്ഥിരീകരിക്കുന്നവനും മരിച്ചവരെ ഏൽപ്പിക്കുന്നവനും പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം നൽകുന്നവനുമായി ദൈവമേ, ഞങ്ങളുടെ സഹോദരന്റെ പാപങ്ങൾക്ക് മാറ്റി കൊടുക്കണമേ. നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. ഹരനായ ഉലകിൽ വന്നു പിറന്ന പ്രതികാലത്തിൽ പരിപാവനമാമീശ്വര കൈകൾ ചലിക്കിൽ അധരവനങ്ങിൽ ഇനിയൊരു നാളും കണ്ണുകളിരുളും കാതുകളടയും കരിനിഴലുയരും